മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത താണ്ടുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ. ഈ വഴിയൊക്കെ കടന്നുപോയി ഒന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട്. ആൾക്കാരൊക്കെ ഇപ്പം തീവണ്ടിയിലേക്കൊക്കെ മാറ്റി തുടങ്ങി, എങ്ങനെയോ കടന്നു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ അറ്റകുറ്റപ്പണികൾ എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. മഴക്കാലം കഴിയാതെ അറ്റകുറ്റപ്പണികൾ സാധ്യമാകില്ല എന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും. മഴ മാറി നിൽക്കുന്നതിനാൽ നിലവിൽ വലിയ ഗതാഗത കുരുക്കില്ല. പക്ഷേ മഴ കനത്താൽ വീണ്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാകും. മാത്രമല്ല, ഇനി അവധി ദിവസങ്ങൾ വരാൻ പോകുന്നു. നിരത്തുകളിൽ വാഹനങ്ങൾ കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടതുപോലെ 7, 8, 9 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തിരുന്ന ഇടമാണ് 10, 12 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ബേഷായിട്ട് കിട്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പാലിയക്കരയിൽ നിന്നാണ് ജെയ്സൺ നമുക്കൊപ്പം ചേരുന്നത്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. വലിയ തിരക്കിന്നിപ്പോൾ മഴയില്ലാത്തത് കൊണ്ടില്ല, പക്ഷേ അങ്ങനെയല്ല, മഴയൊന്നു പെയ്താൽ ഈ കുണ്ടും കുഴിയും കടന്നു പോവുക അത്രമേൽ ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്ന് നമുക്കറിയാം. സുപ്രീം കോടതിയിൽ ഇന്നലെ നാഷണൽ ഹൈവേ അതോറിറ്റി വാങ്ങിച്ചു കിട്ടി. പക്ഷേ ഇപ്പോഴും ഈ സർവീസ് റോഡിലെ കുണ്ടും കുഴിയും ആര് തീർക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം നമ്മളിവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ടോൾ ബൂത്ത്, ഈ ടോൾ ബൂത്തിൻ്റെ ഈ പൂട്ട് ഒരിക്കലും തുറക്കരുത് എന്നതാണ് നമ്മുടെ പൊതുസമൂഹവും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് അർത്ഥം മനസ്സിലായല്ലോ. ഇതാണ് നമ്മളെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി ബൂത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂത്ത് ഇനി ഒരിക്കലും തുറക്കരുതെന്നാണ് ഈ വഴിക്ക് നാം നിൽക്കുമ്പോൾ ആളുകളൊക്കെ പറയുന്നത്. പ്രധാനമായും ഇത് സ്ഥിരമായി പൂട്ടാനായിട്ടുള്ളൊരു സംവിധാനം നിങ്ങൾ നോക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്നതാണ് പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ വളരെ ശാന്തമാണ് ഈ ബൂത്ത്, എല്ലാം പൂട്ടിട്ട് വളരെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഈ ദേശീയപാതയിൽ ഈ ഒരു ടോൾ ഉണ്ടാവരുത്. കാരണം ഇത്രയേറെ ദുരിതം ഈ നാട്ടുകാർ അനുഭവിച്ചു കഴിഞ്ഞു, ഈ വഴിക്ക് യാത്ര ചെയ്യുന്നവർ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട 1-2 പ്രശ്നങ്ങളുണ്ട്. സുപ്രീം കോടതിയും ദേശീയപാത അതോറിറ്റിയുടെ തട്ടിപ്പ് വാദങ്ങൾ തള്ളിയിരിക്കുന്നു. പക്ഷേ അടുത്തത് ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം ആരാണ് ഇവിടെ ഇനി മെയിൻ്റനൻസ് വർക്ക് നടത്തുക എന്നതാണ് പ്രധാനമായും ചോദ്യം. അപ്പോൾ നാം ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ദേശീയപാത അതോറിറ്റി ആരോടാണോ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് അവരാണ് ഈ പറയുന്ന മെയിൻ്റനൻസ് വർക്ക് ഈ 4 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന 4 ഇടങ്ങളിലും ദേശീയപാത അതോറിറ്റി നിശ്ചയിക്കുന്നവർ മെയിൻ്റനൻസ് നടത്തണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഈ പരാതിക്കാരൻ സുപ്രീം കോടതി വരെ പോയി ഈ യുദ്ധത്തിൽ ഒരു പ്രാഥമികമായ വിജയം, അന്തിമമായ വിജയം എന്ന് പറയാൻ ആയിട്ടില്ല, പ്രാഥമികമായ വിജയം നേടിയ ഷാജി കോടങ്കണ്ടത്ത് നമ്മുടെ പഞ്ചേരിയാണ്. ഇപ്പോൾ ഇതുവരെയുള്ള ചിത്രങ്ങളെല്ലാം വ്യക്തമാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ മെയിൻ്റനൻസ് വർക്ക് ആര് നടത്തണം? അത് ദേശീയപാത അതോറിറ്റിക്ക് കരാർ കമ്പനിയോട് പറയാം, PST കമ്പനിയോട് പറയാം. അത് തീരുമാനിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഒരുപാട് ദിവസങ്ങൾ മഴയില്ലാതെ കിട്ടിയിട്ട് അവർ സർവീസ് റോഡ് നന്നാക്കിയിട്ടില്ല. ഇന്നലെ സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും അവരിത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എന്തായാലും 2-ാം തീയതിക്കുള്ളിൽ ഇവരിത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഈ ടോള് നിർത്തലാക്കിയ ഉത്തരവ് നീട്ടാൻ വേണ്ടി, അതായത് ടോൾ പിരിവ് ഇനിയും നീട്ടാൻ വേണ്ടി ഞങ്ങൾ ഹർജി കൊടുക്കും. ഏതായാലും സുപ്രീം കോടതി പറഞ്ഞ 2 കാര്യമുണ്ട്. 1, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഈ അറ്റകുറ്റപ്പണികൾ നടത്താൻ. 2, ഗതാഗതം സുഗമമാക്കുന്ന രീതിയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഈ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിയത് ഇനിയും നീട്ടാൻ വേണ്ടി ഞങ്ങൾ ഹർജി കൊടുക്കും. ഇത് ജനങ്ങളുടെ വിജയമാണ്. അരുൺകുമാർ നേരത്തെ പറഞ്ഞ പോലെ ഇനി അവധി ദിവസങ്ങൾ വരാൻ പോവുകയാണ്. അവധി ദിവസങ്ങൾ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിഭീകരമായ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഴയും ശക്തമാവുകയാണെങ്കിൽ അതിലേറെ ദുരിതമായിരിക്കും. ഏതായാലും താൽക്കാലികമായ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. ശാശ്വതമായ ആശ്വാസത്തിന് വേണ്ടിയുള്ള മുറവിളിയിലാണ് പൊതുജനം. ഒരിക്കലും തുറക്കരുത് എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച സമയത്ത് ഈ കമ്പനിയുടെ പേര് ഗുരുവായൂരപ്പൻ കൺസ്ട്രക്ഷൻസ് അല്ലേ? ഈ കമ്പനി, ആ കമ്പനിയുടെ ഉടമ ഇതിരുന്ന് കാണുകയാണെങ്കിൽ ഹൃദയം പൊട്ടി ചത്തുപോകാൻ, ഹൃദയം പൊട്ടി ചത്തുപോകേണ്ട കാര്യമൊന്നുമില്ല. പിരിക്കാവുന്നതിന്റെ പരമാവധി പിഴിഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റോഡ് പണിതതിന്റെ എത്രയോ 10 മടങ്ങ് ഇതിനകം ഈ ടോൾ കമ്പനി പിരിച്ചെടുത്തിട്ടുണ്ടാവും, അല്ലേ ജെയ്സൺ? 723 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ഈ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് 300 ചില്ലാൻ കോടി രൂപയായിരുന്നു. അത് പിന്നെ കൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലും പൊതുമേഖലാ സംവിധാനങ്ങളിലും പൊതുജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നതിലൊക്കെ എപ്പോഴും കൂടി വരുമല്ലോ.
അങ്ങനെ 723 കോടി രൂപ എന്നിവർ കണക്ക് വെച്ചു. ആ കണക്ക് തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അന്ന് കൊണ്ടുവന്ന പ്രൊജക്റ്റിലെ 40% പ്രൊജക്ട് പൂർത്തിയായിട്ടില്ല. എന്നിട്ടും ഇവർക്ക് ടോൾ പിരിക്കാൻ അനുമതി നൽകി. ആരും ചോദിക്കാനുണ്ടായില്ല. ഇപ്പോൾ ഏകദേശം 1500 കോടിയിലധികം രൂപ അവർ പിരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ചോദിക്കാൻ ആളില്ല. 2026 അവസാനിക്കേണ്ട ടോൾ പിരിവ് 2028 വരെ നീട്ടിക്കൊടുത്തു. എന്നിട്ടും ചോദിക്കാൻ ആളില്ല. ഇത് സത്യത്തിൽ ഇപ്പോൾ ഈ 4 ആഴ്ച ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ചരിത്ര സംഭവമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നമ്മുടെ പരിമിതമായ അറിവ് പ്രകാരം പറയുന്നതാണ് 4 ആഴ്ച ടോൾ പിരിവ് അവ നിർത്തൂ എന്ന് പറയുന്ന ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. ജേസൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഇങ്ങനെ മരവിപ്പിക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നതല്ല. അതിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചു എന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പല പല തൊഴിൽന്യായങ്ങളും ചട്ടമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇവർ മുന്നോട്ട് പോവുക. ഒരു ചട്ടം പറഞ്ഞിട്ടും കാര്യമില്ല. പ്രേക്ഷകർ എഴുതുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടാണ് ചേട്ടാ. ആഴ്ചയിൽ 2 തവണ എറണാകുളം പോകും. മുടിക്കോട് മുതൽ എറണാകുളം വരെ വലിയ ബ്ലോക്കാണ് എന്ന് പറയുന്നു. മണ്ണുത്തി എറണാകുളം വലിയ പ്രശ്നമാണ്. എന്തായാലും അത് സുപ്രീം കോടതിയും ജനങ്ങളുടെ ഈ ആശങ്കകൾ കണ്ടു, കേട്ടു. നമ്മളുടെ വാർത്തകളൊക്കെ കോടതി ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്.